ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഡിമാർട്ടിൽ പോവാണ്. എനിക്കല്ല, ജിക്ക് സാധനം മേടിക്കുക. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ റാപ്പിഡോ വന്നിരിക്കുകയാണ്. ഞങ്ങളിതാ പോവുകയാണ്. ഗൈസ്, ഇവിടുത്തെ ട്രാഫിക്കിന്റെ കാര്യം പറയണ്ടല്ലോ. ഇങ്ങനെയാണ്, എന്ത് ചെയ്യാനാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മള് ഡിമാർട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്, സഫിക് സാധനം വാങ്ങാൻ. എനിക്കല്ല ഗൈസ്, ഇവക്കാണ്. നാട്ടിൽ പോന്നുണ്ട്. ഇന്ന് എനിക്ക് 1:30 ട്രെയിൻ ഉള്ളതാണ്. പിന്നെ ജിയെ വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, ബാഗ് കൊടുക്കാൻ നേരെ പോവാ. നമ്മളിവിടെ ബാഗൊക്കെ ഓൾറെഡി കൊടുക്കണം. അകത്തോട്ട് നമുക്ക് കയറുന്നതിന് മുമ്പ് ഇവര് ലോക്ക് ഇട്ട് തരും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ കയറാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്, എനിക്കൊന്നും വരുന്നില്ല. ഓൾറെഡി എനിക്ക് തൊണ്ടവേദനയും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ, സംസാരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എടുക്കണമല്ലോ. അതെ, നമ്മളെപ്പം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിട്ടാണ് നമ്മൾ കയറിയത്. എയർപോർട്ടിൽ വന്ന പോലെയാണ്, പക്ഷെ അല്ല, ഡിമാർട്ടിലാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും. കാരണം അതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തോ വേണ്ടേ? ടീഷർട്ടൊക്കെ അവിടെ ആ സൈഡില്. കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? എന്താ ചെയ്യ, ബാഗ് വേണോ? വേണ്ട, ആവശ്യത്തിന് ടീഷർട്ട് ഉണ്ട്. എന്റെ മാതാശ്രീ കൊടുത്തു വിട്ടൂടി കുറച്ച് ഡ്രസ്സൊക്കെ. എന്ത് ചെയ്യാൻ? അത് കൊള്ളാടി ചേരും, നല്ല കളറാ. അന്നയ്ക്ക് ചേരും. എന്നിട്ട് നല്ല അടി. കയ്യില്ലാതെയോ? അല്ലേലും സ്റ്റീൽ ബോഡി എന്തിനാ കാണിക്കുന്നേ? ആദ്യം ഞാനൊന്ന് മെനയാവട്ടെ. അത് ഇഷാനി, ഇത് സഫിയ. ജിയെ, അത് ഇഷാനി, ഇതാര്? സഫിയ. വൺ ഡേ. ഇങ്ങനെ മോട്ടിവേഷൻ തരുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടാവും, പക്ഷെ എനിക്കുണ്ടെന്ന്. മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ ഗൈസ്, ബാക്കിയൊന്നുമില്ല. ഓൺലി ഡയലോഗ്സ്, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടല്ലോ. ജിമ്മിലിടാൻ, അവിടെ ഇടാൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കുകയാണ് എടുക്കാൻ വേണ്ടി. എന്താ പറയുന്നത്? ഇവരെന്താ പറഞ്ഞ ജിയെ? ഒന്നും മനസ്സിലാവുന്നില്ല. കന്നഡ പ്ലസ് ഇംഗ്ലീഷ് എന്തൊക്കെയോ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി ഗൈസ്. ജിമ്മിലിടാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ്. ആ മെറ്റീരിയല് ഇവിടെ എന്നെ കൊണ്ട് എടുപ്പിക്കും. ഇതൊക്കെ എന്റെ പൈസ ഇല്ല. എവിടെ വേണേലിടാം. വേണ്ട ജി, നിനക്കടി ചേരുന്ന വൈറ്റ് ടീഷർട്ടിനോട് ചേരും. മാച്ചാ. ഓ, സീൻസ് ആണ്, അടിപൊളി. ഗൈസ്, ജിയക്ക് പോന്നാറി. ഞാൻ അല്ല, ജിയക്ക് അത് ഇഷ്ടമായി. ജിയക്ക് ചേരുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഞങ്ങക്ക് നെക്സ്റ്റ് മന്ത് ഞങ്ങള് മെന്റൽ ഹോസ്പിറ്റലിൽ പോവാണ്. അതുകൊണ്ട് ജിക്ക് മഞ്ഞ വേണമെന്ന്. മഞ്ഞ തപ്പാണ് ഗൈസ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇവിടെ കിടക്കുന്ന എല്ലാ ടീഷർട്ടും, ഒരു മീഡിയം സൈസ്, ഓവർ സൈസ്ഡ് എല്ലാ ടീഷർട്ടിനും 99 റുപ്പീസേ ഉള്ളൂ. എല്ലാ ടീഷർട്ടിനും പ്രിന്റഡും ഓവർ സൈസ്ഡും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ 99 റുപ്പീസേ ഉള്ളൂ ഗൈസ്. കളിപ്പാട്ടം കിട്ടി ഗൈസ്. തുണിയിലടയ്ക്കും.
ഇതിന് എന്റെയാണ്. ഹായ് സഫി പോക്കറ്റ് ഇട്ടു. എന്തിന് അടിയിട്ടില്ല? ഇതെന്താണ് സാധനം? അറിഞ്ഞൂടാടി ഇത്. ജിയക്ക് നൈറ്റ് ഇതിട്ടാണ് ഉറങ്ങണ. ഗൈസ് ജിയക്ക് ഇതിട്ടിട്ട് നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയാണ്. അതാകുമ്പോ നല്ല സുഖമായിട്ട് ഉറങ്ങാം അല്ലേ ജിയെ? ഗൈസ് ഇതേ ടൈപ്പ് പാവാടയൊക്കെ ഇപ്പൊ കൊറേ പേര് ഇടുന്നുണ്ടല്ലോ. ഇത് കൊള്ളാം, ഇതിഷ്ടായി. ഇതിട്ട് ഞാൻ ജിമ്മിൽ ഇറങ്ങണം. ജിയെ നിനക്ക് എന്നെ അറിയാലോ അല്ലേ? ഈ ഡ്രസ്സിന്റെ ഇടയ്ക്കുന്നൊരു എസ്തെറ്റിക് ക്ലിപ്പ് കണ്ടുപിടിച്ച് തന്നിരിക്കുകയാണ്. ക്ലോ ക്ലിപ്പാണിത്. ഇതെനിക്ക് എന്തായാലും ഇഷ്ടമായി. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിന് 35 റുപ്പീസേ ഉള്ളൂ. സോ ഇതെന്തായാലും മേടിക്കുന്നുണ്ട്. ജിയ നിന്റെ സാധനങ്ങളും എല്ലാം കിട്ടിയോ? ഗൈസ് ഞങ്ങൾ എന്തായാലും ഇതൊന്ന് തപ്പി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചുള്ള സാധനം എന്തായാലും മേടിച്ചിട്ട് ബാക്കി വ്ളോഗ് ഇടുന്നതായിരിക്കും. കൊട്ട എടുക്കേണ്ട അവസ്ഥയായി. ഇതൊക്കെ ജിയുടെ ചേച്ചിയുടെ കല്യാണം ഉണ്ട്. ചേച്ചിക്ക് വീട്ടിലിടാനുള്ളതാണ്. അപ്പൊ ഗൈസ് ഈ ക്ലിപ്പൊക്കെ ഇഷ്ടമായി. വീട്ടിൽ എന്തായാലും ചെല്ലുമ്പോൾ 2-3 പേര് എന്തായാലും കാത്തിരിക്കും. അപ്പൊ അവളുമാർക്ക് എന്തായാലും ഇതിന്റെ കളേഴ്സ് എടുക്കാന്ന് വിചാരിക്കുന്നു. അവളുമാര് തമ്മിൽ അടിയില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ 2 ബ്ലൂ ആണ് എടുത്തത്, പിന്നെ ഒരു പിങ്ക്, പിന്നെ വേറൊരെണ്ണം എടുത്തിരുന്നു. എനിക്ക് ഈ കളറാണ് എടുത്തത്. ഇതിനടിയാവുന്നൊരു പേടിയുണ്ട്, എന്തായാലും നോക്കാം. ഗൈസ് എനിക്കിത് കണ്ടിട്ട് കളറൊന്നും മനസ്സിലാവുന്നില്ല. ഹായ് ഗൈസ്, ഞങ്ങൾ പൂക്കിയായി ഗൈസ്. അതെ ഡിമാർട്ടിലെ പൂക്കികൾ ഇങ്ങനെ വെക്കാം. നീ പറഞ്ഞല്ലോ രാജമാണിക്കായിപ്പോഴൊരു സൈഡ്. കണ്ണ് കാണുന്നില്ല. അതെ ഇത് സഫിക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ എനിക്ക് ഫുള്ള് ചുമന്ന കളറിലാണ് നിന്നെയൊക്കെ കാണുന്നത്. ഇത് വേറെ ഗൈസ്. എനിക്ക് ഇതേപോലത്തെ ഇതിന്റെ വലുതുണ്ടായിരുന്നു, വാപ്പിച്ചി ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നെ. ഇതിന്റെ വലുത് പാട്ടൊക്കെ പാടുന്ന നൊസ്റ്റു അടിക്കുന്നു ഗൈസ്. എടി എനിക്കിത് സെയിം ഉണ്ടായിരുന്നു, ഇതിന്റെ വലുത് വാപ്പിച്ചി ഗൾഫിൽ നിന്നുണ്ടെന്ന്. നൊസ്റ്റു അടിക്കട്ടെ ഗൈസ്. കൊട്ടു ഒരു ഇച്ചിരിയേ ഉള്ളു ഇതൊക്കെ. ഇവിടുത്തെ വ്ളോഗ് എടുക്കാൻ തുടങ്ങുവാണെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ. അതുപോലെ ഓരോ സെക്ഷനാണ്. പറ്റുന്നതൊക്കെ എന്തായാലും എടുക്കുന്നുണ്ട് അല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. ഇതൊക്കെ 99 രൂപയുള്ളൂ. 2 പ്ലേറ്റ് ഇതൊക്കെ ഉണ്ട്. വീട്ടിലെ അമ്മമാരൊക്കെ കണ്ട ഇത് ഫുള്ള് മേടിച്ചിട്ടു ഗൈസ്. പല യൂട്യൂബേഴ്സിന്റെ ഗീവ് അവേയിൽ കാണാൻ പറ്റുന്നൊരു ബോട്ടിലാണിത്. ഇതുണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് ഡിമാർട്ടിൽ. ഗൈസ് കുഞ്ഞ് ഫാൻ കണ്ടോ, 169 റുപ്പീസേ ഉള്ളൂ ഗൈസ്. എനിക്കിത് ഇഷ്ടമായി. കുറേ ഉണ്ട്, കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട് ഗൈസ്. ഞാൻ കടയിലേക്കുള്ള ഗ്ലാസ് നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണത് ഇതിനെ കണ്ടത്. അയ്യോ ഇത് കാണുന്നതല്ല, നല്ല നല്ല ലാർജാണിത് ഗൈസ്. ഇവിടെ ഇനി അടുത്ത് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ജിയക്ക് എന്തോ മേടിക്കണ്ട. എന്താ ജിയ മേടിക്കാൻ പോന്നേ? കുക്കീസ് ആ സൈഡില്ലേ? എനിക്ക് റെഡാ ഇഷ്ടം. എന്താ എന്റെ ടേസ്റ്റ്? ഗൈസ് ഇവിടെ 30 റുപ്പീസിൻ്റെ ലേസൊക്കെ 25 റുപ്പീസാണ്. എല്ലാത്തിനും ഇവിടെ ഓഫറുണ്ട്. 90 റുപ്പീസ്. ഇത് ജിയുടെ ഫേവറേറ്റ് ആണ് ഗൈസ്. അപ്പൊ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞല്ലോ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന സമയം പോവും. 1:30-ക്ക് പോണ്ടയാണ്. 2-2:30 ആകുമ്പോഴത്തേക്കും ട്രെയിൻ വരും. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം നോക്കി നിന്ന് പോവും. അപ്പൊ ഗൈസ് എല്ലാം കഴിഞ്ഞു. ഇനി ബില്ലിംഗ് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ് സാധനങ്ങളെല്ലാം മേടിച്ചു. ചേച്ചിക്ക് എല്ലാ ഡ്രസ്സ് ഇഷ്ടമായോ?
അതെ, ഞങ്ങളുടെ ഓട്ടോ വന്നു. ഇനി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇനി ബാംഗ്ലൂർ കാണത്തോള്. വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചാനുള്ള റാപ്പിഡോ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളിതേ റൂമിലേക്ക് പോവാണ്. ബൈ പറയാൻ സമയമില്ല. ഇനി റൂമിൽ ചെന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഒന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല, ഇറങ്ങിയതേ ഉള്ളായിരുന്നു. ഇനിയിപ്പോ ഒന്നും മാറ്റാനില്ല. മിക്കവാറും ഞാൻ ഈ കൊല്ലത്തിൽ തന്നെ ട്രെയിനിൽ കയറി പോകേണ്ടി വരും. ഇതിന്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. സോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇനി പോകുന്ന വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാം.